സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന രംഗമാണിത്. മധ്യപ്രദേശിലെ സംഭവം. പൊരി വെയിലത്ത് നിലത്തിരുത്തി വേസ്റ്റ് പോലുള്ള പേപ്പറിലും പ്ലാസ്റ്റിക്കിലുമാണ് തെരുവ് മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വിളമ്പുന്നത്. ഇതുവരെ പുറത്തു വന്ന അഴിമതിയുടെ കണക്ക് നോക്കുമ്പോൾ ഇത് 1000-ലൊരു ഉദാഹരണത്തിന്റെ ടീസർ മാത്രമാണെന്ന് വ്യക്തം. ചുമ്മാ പറയുന്നതല്ല. ഞാൻ ഇനിയൊരു കുഞ്ഞു സ്പൂണിന്റെ കഥ പറയാം. മധ്യപ്രദേശിലെ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി നിർമ്മല ഭൂരിയ തന്നെയാണ് സിംഗ്രൌളി ജില്ലയിലെ വെറും 1500 അംഗനവാടികളിലെ കുട്ടികൾക്ക് സ്പൂൺ വാങ്ങാനായി 3,76,00,000 രൂപ അനുവദിച്ചത്. എങ്ങനെ? 1000 രൂപയ്ക്ക് അടുത്തുള്ള ടീസ്പൂൺ. പ്രീമിയം ലിസ്റ്റ് തന്നെ. ഒന്നുകൂടി തെളിച്ച് പറയാം. 810 രൂപയുടെ 46,500 ടീസ്പൂണുകൾ. വിലയോ 3,76,00,000 രൂപ മാത്രം. പിന്നെ ഒരു 1,348 രൂപയുടെ 6,200 തവികളുണ്ട്. ജസ്റ്റ് ഒരു 83 ലക്ഷം രൂപ. മറ്റേ 3,76,00,000 രൂപയുടെ കണക്കിൽ പെടാത്തതാണ് ഈ തവി കണക്ക്. ഓ സോറി, 1,247 രൂപയുടെ 3,100 ജഗുകളുണ്ട്. 38 ലക്ഷം രൂപ എന്തോ ആണ് അതിന്റെ കണക്ക്. അത് വേറെ. അവിടെ മാർക്കറ്റിൽ ഒരു 12 സ്പൂണുകൾ 80 രൂപയ്ക്ക് കിട്ടിയാലും 1000 രൂപയ്ക്ക് മേലുള്ള ടീസ്പൂണൊക്കെ അതേ പാടുള്ളൂ അത്രേ. പ്രീമിയം വേണ്ടേ? 100 രൂപയ്ക്ക് 50 പേപ്പർ പ്ലേറ്റ് എങ്കിലും ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തൂടെ? കേരളത്തിലെ അംഗൻവാടിയിലെ കുട്ടികൾക്ക് ബിരിയാണി കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ മധ്യപ്രദേശിൽ 1000 രൂപയുടെ സ്പൂൺ. വേറെ ലെവല് തന്നെ. പക്ഷെ ഒരേ ഒരു പ്രശ്നം. മധ്യപ്രദേശിലെ 88,299 സ്കൂളുകളിൽ 87,567 സ്കൂളിലാണ് എപ്പോഴെങ്കിലുമൊക്കെ ഭക്ഷണം കിട്ടുന്നത്. അതായത് 732 സ്കൂളുകളിൽ ഒരു ഭക്ഷണവുമില്ല. ഇത് മധ്യപ്രദേശിലെ സർക്കാർ തന്നെ പറയുന്ന കണക്കാണ്. അപ്പോൾ പിന്നെ ആ വീഡിയോയിലെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകിയത് തന്നെ ഭാഗ്യം.